നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയാവൂ. സത്യമാകും വരെ, യാഥാർത്ഥ്യമാകും വരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. ഇന്ന് ഭൂമിയിൽ കാണുന്ന വലിയ മഹാന്മാർ നേട്ടങ്ങൾ സ്വന്തമാക്കും വരെ ലോകത്തിന് അതൊരു തമാശയായിരുന്നു. വിമാനം കണ്ടുപിടിച്ചതും, എന്തിനു പറയണ, സൈക്കിൾ കണ്ടുപിടിച്ചത് പോലും ഓരോ വ്യക്തികളുടെ സ്വപ്നമാണ്. ഒരു വെളിച്ചം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ, ബൾബ് കണ്ടുപിടിക്കാൻ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം 1000-ലധികം പ്രാവശ്യം പരാജയപ്പെട്ടു. പരാജയം എന്നുള്ളത് വലിയ സ്വപ്നമുള്ളവർക്ക് ഒരു അവസാനമല്ല. അതവരുടെ ജീവിതത്തിൽ കൂടുതൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള അനുഭവ സമ്പത്താണ്. ഇതുപോലെ വലിയ സ്വപ്നമുള്ളവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പരിഹസിക്കാൻ ഒത്തിരി പേർക്ക് കഴിയും. ജോസഫിൻ്റെ സ്വപ്നം അങ്ങനെയായിരുന്നു. ആ സ്വപ്നം എല്ലാവരും അവനെ വെറുക്കാനും കളിയാക്കാനും ഒറ്റപ്പെടുത്താനും അവനെ ഒരടിമയായി വിൽക്കാൻ വരെ കാരണമായി തീർന്നു. എന്നാൽ ജോസഫിൻ്റെ സ്വപ്നം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടു. ഹബക്കൂക്ക് 2 മുതൽ വായിക്കുമ്പോൾ, നിന്റെ ദർശനം എഴുതുക, ഓടിച്ച് വായിക്കത്തക്കവണ്ണം പലകയിൽ തെളിവായി എഴുതുക എന്നാണ് ഹബക്കൂക്ക് 2:2 പറയുന്നത്. എന്നാൽ അത് ഇംഗ്ലീഷിൽ പരിഭാഷയിൽ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: നിന്റെ സ്വപ്നം ആരോടെങ്കിലും പറഞ്ഞാൽ അത് വായിച്ച് നീ തെളിവായിട്ട് പലകയിൽ എഴുതിയത് ആരെങ്കിലും വായിച്ചാൽ, നിന്റെ സ്വപ്നം ദർശനം വായിച്ചാൽ വായിക്കുന്നവന് പോലും ഓടാൻ തോന്നണം. അങ്ങനെ നീ തെളിവായിട്ട് എഴുതണം. നിന്റെ സ്വപ്നത്തെ എല്ലാവരും അറിയട്ടെ, നിന്റെ സ്വപ്നത്തെ എല്ലാവരും ഒന്ന് പുച്ഛിക്കട്ടെ, നിന്റെ സ്വപ്നത്തെ എല്ലാവരും നടക്കില്ലെന്ന് പറയട്ടെ. എന്നിട്ട് നിവർത്തിയാകുമ്പോൾ ജനം ഒന്നിച്ചു പറയും, അത് ദൈവിക സ്വപ്നമായിരുന്നു. ഒരു ദൈവിക സ്വപ്നത്തിൻ്റെ ഉടമയായി തീരുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനായി ഓരോ വ്യക്തികളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. യേശുവിനെ, നമുക്ക് ഈ ദൈവകൃപ തരുന്ന കർത്താവിനെ പാടി ആരാധിക്കാം. पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था। हम देखते हैं, लंगड़े चलते हैं, अंधे देखते हैं, लंगड़े चलते हैं। यीशु मसीह के नाम से अंधे देखते हैं, यीशु मसीह के नाम से लंगड़े चलते हैं। आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के
मसीह के नाम से गूंगे बोलते हैं, यीशु मसीह के नाम से बहरे सुनते हैं। आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था, पेंतेकोस्त के दिन समान आत्मा मंडरा था। शैतान कांपता है, शैतान भागता है, शैतान कांपता है, शैतान कांपता है। यीशु मसीह के नाम से शैतान कांपता है, यीशु मसीह के नाम से शैतान भागता है। आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था, पेंतेकोस्त के दिन समान आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था, पेंतेकोस्त के दिन समान आत्मा मंडरा था। യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചു. ഒന്നുകൂടി അത് വായിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വരാതെ വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറയണം. ഞാൻ പോകുന്നു, നിങ്ങളും ഞാനും ഒന്നിച്ച് നടക്കുമ്പോൾ ഞാൻ ഈ സത്യം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകണമെങ്കിൽ ഒരു ക്രൂശിലൂടെ മാത്രമേ എനിക്ക് പോകാൻ കഴിയൂ. ഞാൻ നേരെ ഉടലോടെ സ്വർഗത്തിൽ പോവുകയല്ല, സകല കഷ്ടങ്ങൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അങ്ങനെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ മരണത്തെ കീഴടക്കിയിട്ടാണ് പോകുന്നത്. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുന്ന വഴി അതാണ്. എൻ്റെ വഴിയിലൂടെ വലിയ ജയം നിങ്ങൾക്കുണ്ട്. ഞാൻ പോയാൽ എൻ്റെ പിതാവിൻ്റെ പ്രസാദ പ്രകാരം ഞാൻ ചോദിക്കുന്നതൊക്കെയും തരുന്നൊരു പിതാവ്. ഞാൻ പിതാവിൻ്റെ ഇഷ്ടം മുഴുവനും എൻ്റെ യാഗത്തിലൂടെ സമ്പാദിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ പിതാവ് മുടക്കുകയില്ല. പരിശുദ്ധാത്മാവ് എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് യേശു പറഞ്ഞതും ഇതേ അർത്ഥത്തിലാണ്. കാരണം എന്നെപ്പോലൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ സുരക്ഷിതരായിരിക്കും നിങ്ങൾ. മാത്രമല്ല, ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ അതിശ്രേഷ്ഠരായും മാറും. നിങ്ങൾ ആൾ മാറിയവരായി മാറും. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ 3.5 കൊല്ലം വിതച്ചത് മുഴുവനും
പരിശുദ്ധാത്മാവാകുന്ന മഴ പെയ്യുമ്പോൾ ആർത്ത് വളരാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ നട്ട വചനം ഇനി കിളിർക്കാൻ പോകുന്നേ ഉള്ളൂ. അത് 100 മേനി വിളവ് കൊണ്ടുവരും. നിങ്ങളെ അകത്ത് കിടക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുന്നത് ഞാൻ പിതാവിനോട് ചോദിച്ചയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ക്രിയ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന വചനം പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ വിശ്വാസമായി തീരുന്നില്ല. വചനവും പരിശുദ്ധാത്മാവും ചേരുമ്പോഴാണ് വിശ്വാസമുണ്ടാകുന്നത്. ഷണ്ണൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മൊത്തം ഇരുന്ന് ബൈബിൾ വായിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വരെ എത്തിയെന്നാണ് തോന്നുന്നത്. ഇത് വായിച്ചിട്ട് അദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല. വിദ്യാസമ്പന്നനാണ്, ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ മന്ത്രിയാണ്, തേരിലാണ് യാത്ര, വലിയ സൈന്യം കൂടെ മാർച്ച് ചെയ്യുന്നുണ്ട്, എല്ലാവിധ ബഹുമതികളും ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ മരുഭൂമിയിലേക്ക് അയച്ചു. ആ വഴിയെ കടന്നു വരുന്ന ഈ മഹാനായ മനുഷ്യൻ്റെ തേരിൽ കയറി ഇരിക്കത്തക്ക രീതിയിൽ ഒരവസരം ഫിലിപ്പോസിന് കർത്താവ് ഒരുക്കി. വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഈ പൊരുൾ തിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് വിശ്വാസമാണ്. അങ്ങനെ ഫിലിപ്പോസ് അപ്പോസ്തല പ്രവൃത്തി 8 കാണുന്നത് പോലെ ഈ ഭാഗം ചരിത്രം അവിടെയാണ്. ഫിലിപ്പോസ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ അദ്ദേഹം വായിച്ച ആ ഭാഗത്ത് നിന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഏത് ഭാഗം വായിച്ചാലും, അബ്രഹാമിനെ കുറിച്ച് വായിച്ചാലും, ഇസഹാക്കിനെ കുറിച്ച് വായിച്ചാലും, ഏലിയാവിനെ കുറിച്ച് വായിച്ചാലും, മലാക്കിയുടെ പ്രവചന പുസ്തകം വായിച്ചാലും, ദാനിയേലിന്റെ പുസ്തകം വായിച്ചാലും കൊണ്ടെത്തിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം ദൈവം പണ്ട് ഭാഗമായും വിവിധമായും സംസാരിച്ചു. എന്നാൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സമ്പൂർണമായി നമ്മോട് സംസാരിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ കാണാം. പണ്ട് ഭാഗമായിട്ട് അല്പമായിട്ട് ദൈവം സംസാരിച്ചെങ്കിൽ പുത്രനിലൂടെയാണ് വളരെ തെളിച്ചമായിട്ട് സ്പഷ്ടമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അബ്രഹാമിൻ്റെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇസഹാക്കിനെ കുറിച്ച് വായിക്കുമ്പോഴും മോശയെക്കുറിച്ച് വായിക്കുമ്പോഴും എല്ലാം നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ പരിപൂർണതയിലേക്ക് നാം വരുന്നത്. പരിശുദ്ധാത്മാവും ദൈവവചനവും ക്രിയ ചെയ്യുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിൽക്കുന്ന ഫിലിപ്പോസിനെയാണ് ദൈവം ആ തേരിൽ കയറ്റിയത്. അപ്പോസ്തല പ്രവൃത്തി 6 നല്ല സാക്ഷ്യമുള്ള, നല്ല ജ്ഞാനം അല്ലെങ്കിൽ വചനം അറിയാവുന്ന, നല്ല അഭിഷേകത്തിൽ നിറഞ്ഞ 7 പേരിൽ ഒരാളായിരുന്നു ഫിലിപ്പോസ്. അദ്ദേഹം അത്രയും ആത്മാവിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 4 പെൺകുട്ടികൾ പ്രവചിക്കുന്നവരായിരുന്നു. ആ വീടിൻ്റെ അന്തരീക്ഷം ഒരു ഓവർഫ്ലോയാണ്. അങ്ങനെയുള്ളൊരു ഫിലിപ്പോസ്, ആ ഫിലിപ്പോസ് വചനം പറഞ്ഞാൽ, വചനം ഒന്ന് വ്യാഖ്യാനിച്ചാൽ കേൾക്കുന്നവൻ തേര് നിർത്തും. ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്തു വിരോധം. ഷണ്ണൻ വായിച്ചത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ്. അവിടെ സ്നാനത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സ്നാനം പറയാതെ നിവർത്തിയില്ല. അങ്ങനെ
യേശുവിൻ്റെ അന്ത്യകൽപ്പനയാകുന്ന സ്നാനം വരെ എത്തിച്ചാണ് ഫിലിപ്പോസ് തേരിൽ നിന്ന് വെളിയിലിറങ്ങുന്നത്. ഈ തേര് പിന്നെ നിർത്തുന്നത് സ്നാനപ്പെടാനാണ്. അങ്ങനെ ഷണ്ണൻ തേരിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറഞ്ഞതൊരു1000 കുതിരക്കാരെങ്കിലും സൈന്യമായിട്ട് കൂടെയുണ്ട്. അത്രയും പേര് നോക്കി നിൽക്കുമ്പോൾ ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്തു വിരോധം എന്ന് പറയുമ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ഫിലിപ്പോസിന് ഇദ്ദേഹത്തെ നിർബന്ധമായിട്ട് സ്നാനപ്പെടുത്തിയത് കൊണ്ട് പ്രയോജനമൊന്നും അദ്ദേഹത്തിനില്ല. ദൈവം പറഞ്ഞ കാര്യം ചെയ്യുക. ഫിലിപ്പോസിന് ഷണ്ണൻ ആരാണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഷണ്ണൻ ആരായാലും ഫിലിപ്പോസിന് വിഷയവുമല്ല. കാരണം ഇത് കഴിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഫിലിപ്പോസിന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ്റെ ഫോൺ നമ്പറോ വിസിറ്റിംഗ് കാർഡ് പോലും മേടിക്കാൻ നേരം പോലും ദൈവം ഫിലിപ്പോസിന് കൊടുത്തില്ല. അങ്ങനെ ഈ ഫിലിപ്പോസ് പോകുന്നതിന് മുമ്പ് ഷണ്ണനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറി വന്നെന്നാണ്. അതിൻ്റെ അർത്ഥം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുകൽ സ്നാനം നടന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരു യഥാർത്ഥ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഷണ്ണനെ പോലെ ഇന്ന് നിങ്ങൾ സ്നാനപ്പെടാൻ ഒരുങ്ങണം. ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്തു വിരോധം? ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് അടുത്ത മാസമാകാം എന്നല്ല പറഞ്ഞത്. സ്നാനപ്പെടാൻ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്നാനം മരണ അടക്ക പുനരുത്ഥാനത്തിന് സാദൃശ്യമെന്നാണ് റോമ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്. മരിക്കാൻ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് മരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടല്ല ഇന്ന് ഭൂമിയിലുള്ള ആരും മരിച്ചത്. അപ്പോൾ ഇത് ആരോടും പെർമിഷൻ ചോദിക്കേണ്ട കാര്യമല്ല. എല്ലാവരും അനുവദിച്ചാൽ ഞാൻ മരിക്കും, എല്ലാവരും സമ്മതിച്ചാൽ ഞാൻ അടക്കപ്പെടും, എല്ലാവരും സമ്മതിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അല്ല, നമ്മുടെ പരിചയക്കാരും നാട്ടുകാരും വീട്ടുകാരും തീരുമാനിക്കുന്ന കാര്യമല്ല മരണം. മരണം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ മരണ അടക്ക പുനരുത്ഥാനം. പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു, പുതിയ മനുഷ്യൻ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഷണ്ണൻ പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിയായി പോകുമ്പോൾ 1000-ഓളം പട്ടാളക്കാർ, പട്ടാള ക്യാപ്റ്റൻ, സൈന്യാധിപൻ, ശതാധിപൻ, സഹസ്രാധിപൻ എല്ലാവരും അതിനകത്തുണ്ട്. ഇവരുടെ എല്ലാം മുൻപിൽ വെച്ചാണ് ഈ സ്നാനം നടക്കുന്നത്. അവർക്ക് കാര്യം മനസ്സിലായില്ല. കാൽനടയായിട്ട് ഓടി വന്ന ഒരു ചെറിയ മനുഷ്യൻ ഇദ്ദേഹത്തെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഉത്തരവാദിത്തം ആ ഓഫീസർമാർക്കുണ്ട്. അവരുടെ കയ്യിൽ കുന്തമുണ്ട്. ഷണ്ണൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടരുത്, നിങ്ങൾ ഇതിന് ചുറ്റും ഈ തടാകത്തിന് ചുറ്റും നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയ സെക്യൂരിറ്റി ഓഫീസർമാരുടെ നടുവിൽ ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ കാണുന്നില്ല. പിന്നെ അവിടെ ചരിത്രം വേറെ ഒന്നും പറയുന്നില്ല. ഇന്ന് നിങ്ങൾ എത്യോപ്യയിൽ ചെന്നാൽ 14 ലക്ഷം പേര് വരെ കൂടുന്ന കൂട്ടായ്മകൾ അവിടെയുണ്ട്. വലിയ ഉണർവ് യോഗങ്ങളുണ്ട്. കാരണം ഈ ഷണ്ണൻ കൊണ്ടുപോയത് രക്ഷയുടെ സന്തോഷമാണ്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഷണ്ണൻ്റെ സ്നാനം കണ്ട ഈ പട്ടാള സൈന്യം മുഴുവനും ദൈവമക്കളായി തീർന്നിരിക്കണം. ഇവരവിടെ ചെന്ന് ആ രാജ്യത്ത് ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കാൻ ഉപകരണങ്ങളായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എത്യോപ്യ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് എത്യോപ്യ. അതിൻ്റെ എല്ലാം കാരണം പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതാണ്. നമുക്ക് അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് അടുത്ത ഭാഗം ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫിലിപ്പോസിലൂടെ നടന്നത്
ഒരു രാജ്യത്തെ തൊടുന്ന ഒരു കാര്യം. അതിന് പറ്റിയ ഒരു താക്കോലായിരുന്നു ആര്? ഷണ്ഡൻ. എവിടെ ആരെ തൊടണമെന്ന് പരിശുദ്ധാത്മാവിനറിയാം. ഫിലിപ്പോസിനെ എത്യോപ്യയിലേക്ക് കർത്താവ് കൊണ്ടുപോയില്ല. ഫിലിപ്പോസിനെ കർത്താവ് കൊണ്ടുപോയത്, പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത്, നയിച്ചത് മരുഭൂമിയിലേക്കാണ്. കർത്താവിനറിയാം എവിടെ പോയാൽ ആരെ തൊടാം. നാം നിന്നുകൊടുത്താൽ മതി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ രീതി വേറെയെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നല്ലതെന്ന് യേശു പറഞ്ഞത്. എന്നാൽ ഞാൻ പോകുന്ന മാർഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്നെ പിടിക്കും, അവർ ബന്ധിക്കും, അവരെൻ്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കും, അവരെന്നെ ഉപദ്രവിക്കും, മുതുക് ഉഴുവുചാല് പോലെ കീറും, ക്രൂശിൽ തറയ്ക്കും, ആക്ഷേപിക്കും. ഞാൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ പോകുന്ന വഴി ഇത്തിരി ദുഷ്കരമാണെങ്കിലും അത് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ഈ ദൗത്യം നിറവേറാതെ പരിശുദ്ധാത്മാവിന് വരാൻ കഴിയില്ല. കാരണം തേജസ്കരണം നടക്കാതെ പരിശുദ്ധാത്മാവിന് വരാൻ കഴിയില്ല. അതാണ് യോഹന്നാൻ 7:37, 38, 39 വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവ് ഒഴുകും. എന്നാൽ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും, സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നവർക്കും സ്നാനപ്പെടാനുള്ളവർക്കും ദൈവം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി അനാഥരാകാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഞാനൊരു അനാഥയാണ്, എനിക്ക് ആരുമില്ലെന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൊച്ചാക്കുകയാണ്, അവഹേളിക്കുകയാണ്. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവുള്ള കാലത്തോളം നിങ്ങളിനി അനാഥരല്ല. നമുക്ക് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ കൃപ കർത്താവിനോട് കൂടുതൽ ചോദിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടവരിൽ ആരൊക്കെ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരാനുണ്ടോ അവരെല്ലാം വിശ്വാസ സ്നാനം സ്വീകരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഫിലിപ്പോസിനെ പോലെ നിയോഗങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവരെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കും. കൃപ കൊണ്ടവരെ മൂടണം. ഞാനിവരെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൃപയുടെ ഉപകരണങ്ങളായി ഇവർ തീരട്ടെ. സൗഖ്യവും സ്വസ്ഥതയും സാമ്പത്തികമായ പുതിയ വാതിലുകളും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും തുറന്ന് വരട്ടെ. അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പരീക്ഷ സീസണിൽ വലിയ ജയം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കും. ഇന്ന് സഭയിൽ രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരാൻ കഴിയുന്നവരെല്ലാം വരിക, ഒരുമിച്ച് കാണാം, പ്രാർത്ഥിക്കാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരി ഡേ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഇനിയുമുണ്ട്. ഒരുമിച്ചിരിക്കാം. ഗോഡ് ബ്ലെസ് യു.